പ്രിയപ്പെട്ടവരെ, നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലെ അവസാന ഭാഗത്തിലേക്കാണ് ക്ലാസ് വർഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. വർഗം. വിത്ത് ദ എമർജൻസ് ഓഫ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി ആൻഡ് ദ എമർജൻസ് ഓഫ് സോഷ്യൽ ആൻഡ് ദ എമർജൻസ് ഓഫ് ദ സോഷ്യൽ ക്ലാസ് ബിക്കെയിം എ റിയാലിറ്റി ഇൻ ഇന്ത്യ. എപ്പോഴാണ് ക്ലാസ് അല്ലെങ്കിൽ വർഗം എന്ന സംഭവം ഇന്ത്യയിൽ വരുന്നത്? ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ തുടക്കം, അതുപോലെ തന്നെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇൻഡസ്ട്രിയലൈസേഷൻ, ടെക്നോളജി, ഇവയുടെയൊക്കെ ആവിർഭാവത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ക്ലാസ് എന്ന ഒരു സംഭവം ഉണ്ടായിത്തീരുന്നത്. പിന്നീട് ദേ ബിക്കെയിം പൊട്ടൻഷ്യൽ ഗ്രൂപ്പ് ഓഫ് ടു ഇൻഫ്ലുവൻസ് ദ പൊളിറ്റിക്കൽ പ്രോസസ് ആൻഡ് ഡൈനാമിക് വൺ ടു ഡിറ്റർമിൻ ദ ഫേറ്റ് ഓഫ് എനി ഗവൺമെൻറ്. ഏത് ഭരണത്തിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു ഭരണകൂടത്തിൻ്റെയും വിധി നിർണ്ണയിക്കുന്ന നിർണായകമായ ചലനാത്മകമായ രാഷ്ട്രീയപരമായ ചലനാത്മക പ്രോസസ്സുകളിൽ, പ്രക്രിയകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വൻ ശക്തികളായി ഈ വർഗങ്ങൾ മാറിത്തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സോഷ്യൽ ക്ലാസ് കൺസിഡേർഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓഫ് സിമിലർ സോഷ്യൽ സ്റ്റാറ്റസ് ഹു റിഗാർഡ്സ് one another as a social equals. സാമൂഹ്യപരമായിട്ട് നമ്മളൊക്കെ ഈക്വലാണ് എന്ന് പരസ്പരം മനസ്സിലാക്കുന്ന ഒരു വിഭാഗം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, സ്റ്റാറ്റസിലും സാമൂഹിക സ്റ്റാറ്റസിലും അതുപോലെ തന്നെ സിമിലിയർ അവസ്ഥയിലുള്ള, സാമൂഹിക സ്റ്റാറ്റസിൽ സിമിലിയർ അവസ്ഥയിലുള്ള ഒരു വിഭാഗം ജനങ്ങൾക്കാണെന്ന് പറയാം നമ്മൾ ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഈച്ച് ക്ലാസ് ഹാസ് സെറ്റ്സ് ഓഫ് വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്. ഓരോ ക്ലാസ്സിനും അവരുടേതായ ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവും, അവരുടേതായ വാല്യൂസ് ഉണ്ടാവും, അവരുടേതായ വിശ്വാസങ്ങളുണ്ടാവും, സ്വഭാവമുണ്ടാകും, നിയമാവലികളുണ്ടാകും. അവയെല്ലാം കൂടി ഇട്ടാണ് ആ ഒരു ക്ലാസ്സിനെ ഉണ്ടാക്കി തീർക്കുന്നത്. നമ്മുടെ മാർക്സ് വെബർ അദ്ദേഹം ക്ലാസ്സിനെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്: എ ക്ലാസ് ഈസ് എ നമ്പർ ഓഫ് പീപ്പിൾ ഷെയറിങ് വൺ ഓർ മോർ കോസസ് ഓഫ് ലൈഫ് ചാൻസസ്. ഒന്നോ അതിൽ കൂടുതലോ കോസ് ഓഫ് ലൈഫ് ഓഫ് ചാൻസ് ഉൾക്കൊള്ളുന്ന, ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനാണ് ക്ലാസ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ലൈഫ് ചാൻസ് കൊണ്ട് മുമ്പ് ഉദ്ദേശിച്ചത്? ടിപ്പിക്കൽ ചാൻസസ് ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ്, എക്സ്റ്റേണൽ ലിവിങ് കണ്ടീഷൻസ് ആൻഡ് പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസ്. നമ്മൾ പറയുന്ന മഈശത്തിൻ്റെ വഴികൾ എന്ന് പറയുന്ന സംഭവം, മഈശത്തിൻ്റെ വഴികളിലൊക്കെ ഒരേപോലെ ഷെയർ ചെയ്യുന്ന ഒരു വിഭാഗം ജനത, ഒരു വിഭാഗം ഗ്രൂപ്പ് എന്നാണ് ഉദ്ദേശിച്ചത്, മാക്സ് വെബർ ഡിഫൈൻ ചെയ്തത്. അപ്പം എല്ലാവരും അവൻ്റെ വീട്ടിലെ അവസ്ഥ, അവൻ്റെ എക്കണോമിക്കൽ സ്റ്റാറ്റസ് ഇതാണ്, അവൻ്റെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ഇതാണ്, അങ്ങനെയുള്ള ടീമിൻ്റെ ഒരു ഗ്രൂപ്പ്. അപ്പം മിഡിൽ ക്ലാസ് അവരുടെ മക്കൾ ഇന്നോടത്തായിരിക്കും. ലോവർ ക്ലാസ് അവരൊക്കെ 90% ആ ഒരു ഗവൺമെൻറ് സ്കൂളിൽ മാത്രമേ അവരുടെ മക്കളുണ്ടാവുള്ളൂ. അപ്പോൾ അപ്പർ ക്ലാസ് ഒരു വേറെ ഏതെങ്കിലും വലിയ ഹോസ്റ്റൽ സിസ്റ്റത്തിലായിരിക്കും, നല്ല പൈസ കൊടുത്തുകൊണ്ട് പഠിക്കുന്നത്. അപ്പോൾ അവരുടെ അങ്ങനെയുള്ള പോകുന്ന ആൾക്കാരൊക്കെ ഒരു അപ്പർ ക്ലാസ്, ഇവരൊക്കെ ഒരു മിഡിൽ ക്ലാസ്, ഇവരൊക്കെ ഒരു ലോവർ ക്ലാസ്. എനിവേ, മഈശത്തിൻ്റെ മാർഗങ്ങൾ, അതിനാണ് മാക്സ് വെബർ ഉദ്ദേശിച്ചത്. മൂപ്പർ വിളിച്ചത് കോസ് ഓഫ് ലൈഫ് ചാൻസസ്. കോസ് ഓഫ് ലൈഫ് ചാൻസസ് ഷെയർ ചെയ്യുന്ന നമ്പർ ഓഫ് പീപ്പിൾസ്, അവരുടെ ഗ്രൂപ്പിനാണ് എന്തെന്ന് പറയാം. മനസ്സിലായില്ലേ? ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ നല്ലൊരു ഡെഫിനിഷൻ എനിക്ക് തോന്നുന്നുണ്ട്. അക്കോർഡിംഗ് ടു, എന്നാൽ ആൻ്റണി ഗിഡിൻസ് ഒരു ഇംഗ്ലീഷ് സോഷ്യോളജിസ്റ്റാണ്. മൂപ്പര് ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്: എ ക്ലാസ് ഇസ് എ ലാർജ് സ്കെയിൽ ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് പീപ്പിൾ ഹു ഷെയർ കോമൺ എക്കണോമിക് റിസോഴ്സസ് വിച്ച് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ദ ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈൽസ് ദേ ആർ ഏബിൾ ടു ലീഡ്. അവർ നയിക്കാൻ കഴിയുന്നതായ രീതിയിലുള്ള ആ ഒരു സമൂഹത്തെ ശക്തമായി സ്വാധീനിക്കാൻ കഴിയുന്ന എക്കണോമിക്കൽ റിസോഴ്സുകൾ, പൊതുവായിട്ടുള്ള എക്കണോമിക് റിസോഴ്സുകൾ, അങ്ങനെയുള്ള ഒരു ടീം, അതേപോലെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ടീം. അങ്ങനെ എക്കണോമിക്കലി ഒരു സെറ്റായി അവരുടെ കാര്യങ്ങളൊക്കെ നടത്താൻ ആവശ്യമായ എക്കണോമിക്കൽ സെറ്റുള്ള അതേമാതിരിയുള്ള ഒരേപോലെയുള്ള ഗ്രൂപ്പിന്. ഓക്കെ, ഇങ്ങനെ ധാരാളം 3-4 ഡെഫിനിഷൻസ് വരുന്നുണ്ട്. എന്തായിരുന്നാലും നിങ്ങളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഇപ്പോൾ ക്ലാസ് ആവട്ടെ, കാസ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ്, നമുക്കൊരു വലിയ എസ് വന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് സോഷ്യോ എക്കണോമിക്കൽ ഫാക്ടേഴ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, ഒരു ലാർജ് എസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഈ 3 സാധനമാണ് എഴുതാനുള്ളത്: കാസ്റ്റ്, റിലീജിയൻ, ക്ലാസ്.
അപ്പോൾ നിങ്ങൾ എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്? ഒരു ഹെഡിങ് കൊടുത്തു, എന്നിട്ട് അതിൻ്റെ താഴെ വാട്ട് ഈസ് കാസ്റ്റ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്നത് കാസ്റ്റ്, വാട്ട് ഈസ് കാസ്റ്റ്, ഒരു 1-2 ഡെഫിനിഷൻ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. കഴിയുമെങ്കിൽ 3 അക്കോർഡിംഗ് ടു മാക്സ് വെബർ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞ ആൾ, അങ്ങനെ 1-2 പേരുടെ ഡെഫിനിഷൻ ഒന്ന് ഉഷാറാക്കുക. അത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ബെറ്ററാണ്. മാത്രമല്ല കഴിയുമെങ്കിൽ അത്തരത്തിന് നേരെ അണ്ടർലൈൻ കൂടി ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്ലാസ് നോക്കാം. ക്ലാസിൻ്റെ സവിശേഷതകൾ. ക്ലാസ് ഈസ് എ സിസ്റ്റം ഓഫ് ഹൈറാർക്കി ബേസ്ഡ് ഓൺ സ്റ്റാറ്റസ് ആൻഡ് എക്കണോമിക് പൊസിഷൻ. സ്റ്റാറ്റസ്, സാമ്പത്തിക സ്ഥാനം ഇവക്കനുസരിച്ച് തട്ടുതട്ടായ ഒരു സിസ്റ്റമാണ് ക്ലാസ്. അങ്ങനെയാണ് നമ്മൾ അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് ആക്കിയത്. ഇറ്റ് മാർക്ക്ഡ് ബൈ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് പവർ. ഇറ്റ് മാർക്ക്ഡ് ബൈ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് പവർ, അല്ലേ? ഇത് അടയാളപ്പെടുത്തപ്പെടുന്നത് ഈക്വൽ അല്ലാത്ത വെൽത്തിൻ്റെയും പവറിൻ്റെയും ഡിസ്ട്രിബ്യൂഷനിലൂടെയാണ്. ഈക്വലായ ആ പാർട്ടിയിൽപ്പെട്ട ആളായില്ലേ, അതേ ക്ലാസ്സിൽപ്പെട്ട ആളായില്ലേ. അപ്പം ഏകദേശം 1 crore ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഉള്ള ആൾ, സപ്പോസ് അവനെ നമ്മൾ അപ്പർ ക്ലാസ് ആക്കുകയാണെങ്കിൽ അതിന് താഴെ 1 crore അല്ല, ഒരു 50 lakhs ബാങ്ക് ബാലൻസ് ഉള്ള ആൾ നമ്മൾ സപ്പോസ് മിഡിൽ ബാങ്ക് ആക്കി. എന്നാൽ ഓൺലി 1 lakh മാത്രം ഉള്ള ഒരാൾ നമ്മൾ ലോവർ ക്ലാസ് ആക്കി, സപ്പോസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എനിവേ ഇവിടെ ഈക്വൽ ആകുന്നില്ല, അവിടെ തമ്മിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇറ്റ് മാർക്ക്ഡ് ബൈ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് പവർ. അതേപോലെ തന്നെ ക്ലാസ് സ്റ്റാറ്റസ് അച്ചീവ്ഡ് ബൈ വൺസ് ഓൺ എഫേർട്സ് റേദർ ദാൻ ഇൻഹെറിറ്റഡ്. ഈ ഇൻഹെറിറ്റഡ് ആയിട്ട് നമുക്ക് ഈ ക്ലാസ് കിട്ടുന്നതിനപ്പുറം ഒരാളുടെ അധ്വാനം കൊണ്ടാണ് അവൻ്റെ ക്ലാസ് കിട്ടുന്നത്. ഒരു ലോവർ ക്ലാസ്സിലുള്ള ആൾ, സിമ്പിൾ എക്സാം, ഒരു ലോവർ ക്ലാസ്സിലുള്ള ആൾ കഠിനാധ്വാനം ചെയ്തു, അത്രയും പ്രവൃത്തി ബിസിനസ്സും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ അയാൾക്ക് അപ്പർ ക്ലാസ്സിലേക്ക് മാറാം, അല്ലേ? മാറാം. അപ്പോൾ അതാണ് പറയുന്നത്. 4 ക്ലാസ് സ്ട്രക്ചേഴ്സ് ആസ് നോ പെർമനൻസി. ക്ലാസ് സ്ട്രക്ചറിന് ഒരിക്കലും പെർമനൻസി ഇല്ല. ഇറ്റ് ബേസ്ഡ് ഓൺ ദ കോൺഷ്യസ്നെസ് ആൻഡ് സോളിഡാരിറ്റി. ബൗണ്ടറീസ് ബിറ്റ്വീൻ ക്ലാസ്സസ് ആർ ഫ്ലൂയിഡ് ആൻഡ് നോട്ട് പ്രിസൈസ്ലി ഡിഫൈൻഡ്. അപ്പോൾ ക്ലാസ് സ്ട്രക്ചർ നോട്ട് പെർമനൻസി, അതിന് പെർമനൻസി ഇല്ല. ഈ ക്ലാസ് ചിലപ്പോൾ താഴെ ലെവലിലേക്ക് വരാം, അല്ലെങ്കിൽ മുകൾ ലെവലിലേക്ക് വരാം, അല്ലെങ്കിൽ അവരെക്കാട്ടി വലിയൊരു ടീം വന്നാൽ അവർ അപ്പർ ക്ലാസ്സായി, ഇവർ മിഡിൽ ക്ലാസ്സിലേക്ക് മാറാം. എനിവേ ഒരു പെർമനൻസി ഇല്ല. 5th one, a class system having distinctive mode of life and cultural expressions in social hierarchy. സാമൂഹിക ഈ തട്ടുതട്ട് വ്യവസ്ഥയിൽ കൾച്ചറൽ ഒരു സ്പെസിഫിക്, ഒരു വ്യത്യസ്തമായ, അവർക്കൊക്കെ വ്യതിരിക്തമായ ലൈഫിൻ്റെ സ്റ്റൈലും അതുപോലെ തന്നെ കൾച്ചറൽ എക്സ്പ്രഷൻ ഉണ്ടാകും. അതായത് ഹയർ ക്ലാസ്, അല്ലേ, നമ്മൾ അപ്പർ ക്ലാസ്സിൻ്റെ സംസാരം പോലെ ആവില്ല ലോവർ ക്ലാസ്സിൻ്റെ സംസാരം. അവരുടെ വേ ഓഫ് ലൈഫ്, അവരുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അവരുടെ വേ ഓഫ് ലൈഫ്, സ്റ്റൈൽ ഓഫ് ലൈഫ്, അവരുടെ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്, ഇറ്റ് ഷുഡ് ബി അറ്റേർലി ഡിഫറെൻറ്റ് ഫ്രം ലോവർ ക്ലാസ്, അല്ലേ? അതാണ് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ്, എ സോഷ്യൽ ക്ലാസ് ആസ് സബ് കൾച്ചേഴ്സ്. എ സോഷ്യൽ ക്ലാസ് ആക്ട്സ് ആസ് സബ് കൾച്ചേഴ്സ്. ഈ സോഷ്യൽ ക്ലാസ് ഈസ് എ സിസ്റ്റം, ബിഹേവിയർ, എ സെറ്റ് ഓഫ് വാല്യൂ ആൻഡ് എ വേ ഓഫ് ലൈഫ്, അല്ലേ? ഒരു സോഷ്യൽ ക്ലാസ്സിന് അതൊരു സബ് കൾച്ചറായിട്ട്, ശരിക്ക് ഉദാഹരണത്തിന് ഈ സോഷ്യൽ, നമ്മൾ സപ്പോസ് ഒരു ക്ലാസ്സിലുള്ള അപ്പർ ക്ലാസ്സിലിട്ട ആളെന്നെ ഒരു ബ്രാഹ്മണനാവാം കാസ്റ്റിലേക്ക് നോക്കുമ്പോൾ. അത് തന്നെ ചിലപ്പോൾ ശൂദ്രനെന്നും വരാം, വൈശ്യനെന്നും വരാം, ഒന്നുകൂടെ. ബട്ട് ബീയിങ് ഈസ് ദ പാർട്ട് ഓഫ് being Sudras or Vaisyas or the lower caste peoples becoming or reaching into the power of upper class, അവിടെ അവർക്ക് സ്വന്തമായിട്ടൊരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാകും, അവർക്ക് സ്വന്തമായിട്ടൊരു സബ് കൾച്ചർ ഉണ്ടാകും. അതാണ് നമ്മൾ പറഞ്ഞത് എ സോഷ്യൽ ക്ലാസ് ആക്ട് ആസ് എ സബ് കൾച്ചർ. സോഷ്യൽ ക്ലാസ്സുകളൊക്കെ ഒരു സബ് കൾച്ചറുകളായിട്ട് നിലകൊള്ളുന്നു എന്ന് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്ലാസ് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി സിമ്പിളായിട്ട് നമുക്ക് പിന്നെ കാസ്റ്റിനെയും ക്ലാസ്സിനെയും ഒരു വ്യത്യസ്ത ബോക്സ് വെച്ചുകൊണ്ട് ഒരു വ്യതിരിക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കാസ്റ്റ്, അതുകൂടി നോക്കി നമുക്ക് അവസാനിപ്പിക്കാം.
കാസ്റ്റ് ഈസ് ഹെറിഡിറ്ററി ഗ്രൂപ്പ്സ് വിത്ത് ഫിക്സഡ് റിച്വൽ സ്റ്റാറ്റസ് അല്ലേ, പാരമ്പര്യമായിട്ടുള്ളതാണ് കാസ്റ്റ്. അതിന് ഫിക്സഡായ റിച്വൽസ് സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. റിച്വൽ സ്റ്റാറ്റസ് ഇന്നതൊക്കെ ചൊല്ലി പറയാൻ, ഇന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ. എന്നാൽ ക്ലാസ്സോ ഇസ് ബേസ്ഡ് ഓൺ സോഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ചും വെൽത്തിനനുസരിച്ചും പവറിനനുസരിച്ചും ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അനുസരിച്ചുള്ളതാണ് ക്ലാസ്. നെക്സ്റ്റ് വൺ, കാസ്റ്റ് ഫോളോസ് സർട്ടൻ ട്രഡീഷൻ റിച്വൽസ് ആൻഡ് കസ്റ്റംസ്. നമ്മൾ പറഞ്ഞത് കാസ്റ്റ് ഒരു പ്രത്യേക തരം മതകീയ ആചാരങ്ങളും പാരമ്പര്യങ്ങളുമൊക്കെ പറ്റുന്നു. എന്നാൽ ക്ലാസ് ഈസ് നോട്ട് കമ്പൽഡ് ടു ഫോളോ കസ്റ്റംസ്, റിച്വൽ ഓർ ട്രഡീഷൻസ്. ഇന്ന ട്രഡീഷൻ, ഇന്ന പാരമ്പര്യം, ഇന്ന കസ്റ്റംസ്, ഇന്ന ആചാരം, ഇന്ന മതകീയ നിഷ്ഠ നിങ്ങൾ ഫോളോ ചെയ്യുന്ന അവർ ഒരിക്കലും കമ്പൽ ചെയ്യൂല ഒരു ക്ലാസ്. ഇൻ്റർ കാസ്റ്റ് മാരേജ് ലീഡ്സ് ടു ഡിസ്പ്യൂട്ട്സ്. കാസ്റ്റിൽ ഇൻ്റർ കാസ്റ്റ് മാരേജ് ഉണ്ടായാൽ അവിടെ അടി ഉണ്ടാവും. എന്നാൽ ഇൻ്റർ ക്ലാസ് മാരേജ് ഒരിക്കലും ക്ലാസ്സിൽ എന്ത് ചെയ്യൂല, ഡിസ്പ്യൂട്ടിലേക്ക് നയിക്കൂല. ഒക്കുപേഷണൽ മൊബിലിറ്റി സോഷ്യലി ബാൻഡ്. ജോലി മാറാൻ പറ്റൂല കാസ്റ്റിൽ. എന്നാൽ സോഷ്യൽ ക്ലാസ്സിൽ എന്തില്ല, ആർക്കും എന്ത് ജോലി നേടാം ക്ലാസ്സിൽ. ഇത് കാസ്റ്റ് സിസ്റ്റം ഇസ് റിലീജിയസ് ഓറിയൻറ്റഡ്. മതകീയ ബന്ധപ്പെട്ടതാണ് കാസ്റ്റ്. എന്നാൽ ക്ലാസ് അങ്ങനെ റിലീജിയസ് ഓറിയൻറ്റഡ് അല്ല. കാസ്റ്റ് സിസ്റ്റം സ്റ്റാറ്റിക്കാണ്. ചേഞ്ച് വരികയാണെങ്കിൽ വളരെ മെല്ലെ ആ കാസ്റ്റിൽ മാറ്റം വരുള്ളൂ. എന്നാൽ ക്ലാസ് സിസ്റ്റം ഡൈനാമിക്കാണ്, എപ്പോഴും ചേഞ്ചുകൾ വരാം. അടുത്തത്, കാസ്റ്റ് സിസ്റ്റം വർക്കേഴ്സ് പൊളിറ്റിക്കൽ ഫാക്ടറായിട്ട് കാസ്റ്റ് സിസ്റ്റം നിലകൊള്ളും. ക്ലാസ് സിസ്റ്റം മേ ഓർ മേ നോട്ട്. എന്നാൽ ക്ലാസ് ചിലപ്പം പൊളിറ്റിക്കൽ ആസ്പെക്ട് പവറായി നിൽക്കാം, ചിലപ്പം നിന്നില്ലായിരിക്കും. ഇതാണ് ഇത്രയും നമുക്ക് പറഞ്ഞത്. ഇനി സബ് ഡിവിഷൻ ഓഫ് ക്ലാസ് നമുക്ക് പറയാനുണ്ട്. ഇന്ത്യയിലുള്ള ക്ലാസ് സിസ്റ്റത്തെക്കുറിച്ച് പറയാനുണ്ട്. അതേപോലെ തന്നെ മിഡിൽ ക്ലാസ്സും ഇലക്ട്രോൾ പൊളിറ്റിക്സിൽ ഇന്ത്യ പറയാനുണ്ട്. അതേപോലെ തന്നെ മിഡിൽ ക്ലാസ് ആക്ടിവിസം, പലപ്പോഴും ചെറിയ ചോദ്യം വന്നതാണ് മിഡിൽ ക്ലാസ് ആക്ടിവിസം. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.